ഇന്ന് പാലക്കാട് രണ്ട് പ്രമുഖരാണ് ഇറങ്ങിയത്. ഒന്ന് സുജയ പാർവതിയും ഒന്ന് നരേന്ദ്രമോദിയുമാണ്. നരേന്ദ്രമോദി NDA ക്യാമ്പിനെ വലിയ തോതിൽ ഇളക്കി മറിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. കാരണം NDA ക്യാമ്പിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി, കാരണം ജയിക്കണമെങ്കിൽ ഒരു 1.5 ലക്ഷം വോട്ടിൻ്റെയെങ്കിലും അധികം നേടേണ്ടതുണ്ട് BJPക്ക്. കാരണം കഴിഞ്ഞ തവണ 2.25 ലക്ഷം വോട്ട്, അത് 218 C കൃഷ്ണകുമാറിന് കിട്ടിയ വോട്ട്. അപ്പോൾ പാലക്കാട് അവിടെ നിന്ന് ഒരു 1.5 ലക്ഷത്തിലധികം വോട്ടെങ്കിലും പിടിക്കാതെ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ 1.5 ലക്ഷത്തിലധികം വോട്ട് കിട്ടാൻ ജനങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകരെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് BJPക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ LDFനും UDFനും പൊതുവെ സാധിച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ. അപ്പോൾ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ കേരളത്തിൽ നിന്നും BJP കാര്യമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നരേന്ദ്രമോദി 2 അക്കം എന്നുള്ള പ്രസ്താവന നടത്തുന്നു. തുടർച്ചയായി കേരളത്തിലേക്ക് എത്തുന്നു. അത് പാലക്കാട്ടും സ്വാധീനിക്കുന്നുണ്ട്. 2.25 ലക്ഷം വോട്ട് എന്ന് പറയുന്നതും കഴിഞ്ഞ തവണ കിട്ടിയതാണ്. അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 80,000 വോട്ട് കുറവായിരുന്നു. ശോഭാ സുരേന്ദ്രനേക്കാൾ 80,000 വോട്ട് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് കൃഷ്ണകുമാറിന്. ഇത്തവണ 1.5 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയാൽ കൃഷ്ണകുമാർ ജയിക്കും, അല്ലെങ്കിൽ 3 ലക്ഷത്തോളം വോട്ട് പിടിക്കാൻ സാധിക്കും എന്നുള്ള കണക്കൂട്ടൽ BJPക്കുണ്ട്. അങ്ങനെ അധികം വോട്ട്, അതായത് 2.25 ലക്ഷം എന്നുള്ളത് 3 ലക്ഷമാക്കിയാൽ അത് ആരുടെ വോട്ടായിരിക്കും കുറയ്ക്കുക? UDFൻ്റെതാണോ LDFൻ്റെതാണോ എന്നതനുസരിച്ചായിരിക്കും UDF LDF സ്ഥാനാർത്ഥികളുടെ ജയസാധ്യത ഉണ്ടായിരിക്കുക. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. VS രഞ്ജിത്ത്, ഇന്ന് C കൃഷ്ണകുമാറും പറഞ്ഞു വെക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഞാൻ രഞ്ജിത്തിലേക്ക് തിരിച്ചു വരാം. C കൃഷ്ണകുമാറിന്റെ ജനകീയത അത് ആർക്കു പാരയാകും? LDFനെയാണോ UDFനെയാണോ തളർത്താൻ പോകുന്നത്, അതോ ഇനി C കൃഷ്ണകുമാർ വിജയത്തിലേക്ക് എത്തുകയാണോ? എന്താണ് C കൃഷ്ണകുമാറിന് ഇന്നത്തെ ദിവസം പാലക്കാട്ട് നിന്ന് പറയാനുള്ളത്? കേൾക്കാം. പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വോട്ടർമാരുടെയും ആവേശം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങുന്ന സമയത്തുണ്ടായതിനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് പ്രചരണമായിട്ട് മുന്നോട്ട് പോകുന്നത്. VS രഞ്ജിത്ത്, ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് C കൃഷ്ണകുമാറിന്. കാരണം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം നരേന്ദ്രമോദി തന്നെ വന്ന് റോഡ് ഷോയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം നിറച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. പക്ഷേ ഈ ആവേശം വിജയത്തിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ അനുകൂലമാകണം? BJPക്ക് പാലക്കാട് മണ്ഡലത്തിൽ നേരത്തെ ശ്രീധരൻ മത്സരിക്കുകയും ഷാഫി പറമ്പിലാണ് ഇവിടെ ജയിച്ചു കയറിയത്. പക്ഷേ ശ്രീധരന് നല്ല വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ് പാലക്കാട്. പൊതുവെ പാലക്കാട് നഗരസഭയും BJP ഭരിച്ചിട്ടുള്ള നഗരസഭയാണ്. C കൃഷ്ണകുമാറിൻ്റെ ഭാര്യ പാലക്കാട് നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഇപ്പോഴുമുണ്ട്. അപ്പോൾ പാലക്കാട് നഗരത്തിൽ BJPക്ക് ഒരു നല്ല വോട്ടുണ്ട്. BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് പാലക്കാടാണ്. അതുപോലെ മലമ്പുഴയിൽ C കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ അദ്ദേഹം പ്രഭാകരൻ MLA ആയപ്പോൾ 2ാം സ്ഥാനത്ത് C കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു. അതുപോലെ ഈ പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ഒറ്റപ്പാലത്താണെങ്കിലും ഷൊർണൂരിലാണെങ്കിലും ഒക്കെ BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ ഒറ്റപ്പാലം, ഷൊർണൂർ പോലുള്ള മണ്ഡലങ്ങൾ, മണ്ണാർക്കാട് പൊതുവെ മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ്. പട്ടാമ്പിയിലും മുസ്ലിം വോട്ടുകളുണ്ട്. മണ്ണാർക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാലം ഭാഗങ്ങളിലാണ് മുസ്ലിം വോട്ടുകളുള്ളത്. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ, കോങ്ങാട് പോലുള്ള മണ്ഡലങ്ങളിലോ മലമ്പുഴയിലൊക്കെ BJPക്ക് നല്ല വോട്ട് പിടിക്കാൻ പറ്റിയ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ BJP ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയാൽ നല്ല വോട്ട് BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വേരോട്ടമുള്ള സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് പാലക്കാട്. അപ്പോൾ ആ സംഘടനാ സംവിധാനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാൽ ഇപ്പോൾ കിട്ടിയതിനേക്കാൾ 1.5 ലക്ഷം വോട്ട് അധികം പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി BJP പ്രവർത്തിക്കുന്നു. അങ്ങനെ 1.5 ലക്ഷം വോട്ട് അധികം പിടിച്ചാൽ ജയത്തോടടുക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. നമുക്ക്